ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് ISL 2026 സീസണിൽ 2ഉം 3ഉം സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളാണ് പോയിന്റ്സ് ടേബിൾ തലകുത്തനെ വെച്ച് കഴിഞ്ഞാൽ. അത്രയ്ക്കും ദയനീയമായിരുന്നു ഈ സീസണിൽ ഈ രണ്ട് ടീമുകളുടെയും പ്രകടനങ്ങൾ. നമുക്കൊന്ന് നോക്കാം. ചെന്നൈയിൻ FC ആണെങ്കിൽ അവസാന 5 മത്സരങ്ങളിൽ 2 തോൽവിയും 1 സമനിലയും. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 3 തുടർ പരാജയങ്ങളുമായാണ് നാളെ കളത്തിലിറങ്ങുന്നത്. അപ്പോൾ രണ്ട് ടീമിൻ്റെയും അവസ്ഥ അതിദയനീയമാണ്. അടുത്ത മത്സരത്തിൽ ജയിക്കൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാത്രമല്ല ചെന്നൈയിൻ FCയുടെയും ഒരു വാശിയായിരിക്കും. കാരണം ഒരു വിജയവും ഇതുവരെ രണ്ട് ടീമും കണ്ടിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ചെന്നൈയിൻ FCയുടെയും ലാസ്റ്റ് മത്സരങ്ങൾ അനാലിസിസ് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റ്സ് ഇങ്ങനെയാണ്. ലാസ്റ്റ് 3 മാച്ചിൽ 1 ഗോളാണ് ബ്ലാസ്റ്റേഴ്സും ചെന്നൈയും സ്കോർ ചെയ്തിട്ടുള്ളത്. 5 ഗോള് കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തപ്പോൾ ചെന്നൈയിൻ FC 4 ഗോള് കൺസീഡ് ചെയ്തു. 1 അസിസ്റ്റാണ് ആകെ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയും നൽകിയിട്ടുള്ളത്. അറ്റാക്കിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ 0.3% ആണ് ഒരു മാച്ചിൽ ഗോൾ അടിക്കുന്നതിൻ്റെ കണക്ക്. 2.3 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ബ്ലാസ്റ്റേഴ്സിനുണ്ടെങ്കിൽ ഒരു മാച്ചിൽ ചെന്നൈയിൻ FCക്ക് 1.7 ആണ്. അതേപോലെ തന്നെ ഒരു വലിയ ചാൻസോ കാര്യങ്ങളോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ബോൾ പൊസിഷൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 51%, ചെന്നൈയിൻ FCക്ക് 52%. ആക്യുറേറ്റ് പെർ ഗെയിം അതായത് 79% ചെന്നൈയിൻ FCക്ക്, കേരള ബ്ലാസ്റ്റേഴ്സിന് 47% ചെന്നൈയിൻ FCക്ക് 46.6%. പറഞ്ഞു വരുന്നത് ഏത് കണക്ക് എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ വരുന്ന ടീമുകളാണ്. അത്രയ്ക്കും അതിദയനീയ പരാജയങ്ങളാണ് സീസണിൽ രണ്ട് ടീമും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മാച്ച് തീപാറും ജയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ജയം രണ്ട് ടീമും കണ്ടിട്ടില്ല. ഏത് സ്റ്റാറ്റ്സ്, അറ്റാക്കിങ്ങിനാവട്ടെ ഡിഫെൻഡിങ്ങിനാവട്ടെ, റെഡ് കാർഡ് യെല്ലോ കാർഡ് തുടങ്ങി ഏത് സ്റ്റാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമും ബായിയാണ്. അതായത് രണ്ടും ഒരേപോലെ കണക്കുകൾ സൂചിപ്പിക്കുന്ന രണ്ട് ടീമുകളാണ്. ഇനി ഈ ഒരു മാച്ചിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങറായിട്ടുള്ള കോറോ സിംഗ് നാളെ കളിക്കില്ല. അത് കോച്ച് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോച്ച് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഡേവിഡ് കറ്റാല. കാരണം ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇനി ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. കഴിഞ്ഞ മാച്ചിലെ ഒരു ഡിഫെൻഡീവ് ഗെയിമാണ് കോച്ച് ഇറക്കിയതെങ്കിൽ ഈ ഒരു മാച്ചിലെ അറ്റാക്കിംഗ് മോഡിലാണ് കറ്റാല ടീമിനെ കളത്തിലിറങ്ങുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ ലൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസീവ് ലൈനിങ്ങിൽ ഒരു മാറ്റം ഉണ്ടാവും. അതറിയാം, ഉമ്മർബ കളിക്കില്ല, ടീമിൽ നിന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇനി സാലറി പ്രശ്നമാണോ അല്ലെങ്കിൽ ക്ലബിന് ചിലപ്പോൾ എൻ്റെ കളി പറ്റാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അത് കാരണം ഇപ്പോൾ റിവീൽ ആയിട്ടില്ല. ഏതായാലും പുതിയ വന്നിട്ടുള്ള പ്ലെയർ ഫാലോൺ ഡിയായ അദ്ദേഹമായിരിക്കും സെൻട്രൽ ബാക്ക് ആയിട്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ മാച്ചിൽ അതേപോലെ തന്നെ ഡിഫെൻഡ് ലൈന് ബിഗാഷ് ഉണ്ട്, സഹീഫ് ഉണ്ട്, നോച്ച സിംഗ്. ഡിഫെൻഡ് ലൈനിൽ ഈ ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ കോച്ച് പറഞ്ഞിട്ടുണ്ട് കളീൻ്റെ മുമ്പ്, ഇനി ഫുൾ അറ്റാക്കിംഗ് മോഡിലാണ് കളിക്കുക, ഇനി ഡിഫെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ത്, ഫസ്റ്റ് ഇത് 3 കളി തോറ്റു, ഇനി അങ്ങോട്ട് എല്ലാ കളിയും ജയിക്കുക. അപ്പോൾ തന്നെ മത്യാസ് ഹെർണാണ്ടസ് ചിലപ്പോൾ ബെഞ്ചിലിരിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ 4 വിദേശ താരങ്ങൾക്കെല്ലാം ഇറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കോച്ച് പ്രീ മാച്ച് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ ഒരു മാച്ച് ചെന്നൈയിൻ FCക്കെതിരെ അറ്റാക്കിംഗ് മോഡിലാണ് കളത്തിലിറങ്ങുക. കാരണം ഇനി വെറുതെ ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, അതിനുള്ള ഒരു പരിപാടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വിദേശ സെൻറ്റർ ഫോർവേഡ്സിന് വെച്ചിട്ടാകും മിക്കവാറും കളത്തിലിറങ്ങുക. അത് ജെ കിറ്റോണ് പുതിയ പ്ലെയർ ലാസ്റ്റ് വന്നിട്ടുള്ള. അതേപോലെ തന്നെ മറ്റു പ്ലെയർ വിക്ടർ ബർത്തമ്യൂ, വിങ്ങിൽ കെവിൻ യോക്കിനൊന്നും ഒരിക്കലും ബെഞ്ചിലിരിക്കുള്ളൂ കേട്ടോ. ഇനി ഇരുത്താണെങ്കിൽ തന്നെ ഒരു അബദ്ധം തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ 3 പ്ലെയേഴ്സായി വിദേശ താരങ്ങൾ, പിന്നെ ഒരു CB ഫാലോൺ ഡിയ, 4 പ്ലെയേഴ്സായില്ലേ. അപ്പോൾ മത്യാസ് ഹെർണാണ്ടസ് ചിലപ്പോൾ ബെഞ്ചിലിരിക്കേണ്ടി വരും അടുത്ത മാച്ചിൽ. കാരണം ഒരു പെർഫോമൻസ് ഒരു ആവറേജ് നിലവാരത്തിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കോച്ചിൻ്റെ ടാക്ടിക്സ് എന്താണെന്ന് അറിയില്ല. മത്യാസ് ഹെർണാണ്ടസിനെ കളിപ്പിക്കാനാണ് ചാൻസ് എന്നുണ്ടെങ്കിൽ വീണ്ടും ജെ കിറ്റോണ് ബെഞ്ചിലിരിക്കേണ്ടി വരും. അപ്പോൾ അതാണ് നിലവിലൊരു ലൈനപ്പിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വല്ലാത്ത ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഫാലോൺ ഡിയ ടീമിലേക്ക് വരും, ജെ കിറ്റോണ് ടീമിലേക്ക് വരും, മത്യാസ് ബെഞ്ചിലാവും ചിലപ്പോൾ നമ്മൾ രൂപപ്രകാരം. കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിൻ FCൻ്റെ കളി അത് ബോൾ പൊസിഷൻ, വെറുതെ ബോൾ പൊസിഷൻ വെച്ചിട്ട് ഗോൾ അടിക്കില്ല, ഇങ്ങനെ പാസ് ഇട്ടിട്ട് അവസാനം വരെ കളിക്കുന്ന ഒരു ടൈപ്പ്. ലാസ്റ്റ് 3 കളി അനാലിസ് ചെയ്ത് നോക്കുമ്പോഴേ 60, 65, 70% ബോൾ പൊസിഷൻ. പക്ഷേ കളി ജയിക്കുന്നുണ്ടോ അതുമില്ല. അങ്ങനത്തെ ഒരു കളിയാണ് വരുന്നത്. ആൽബർട്ടോ നൊഗീറയാണ് അവരുടെ മെയിൻ പ്ലെയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അതിനെ തകർക്കണമെങ്കിൽ ഇവരിങ്ങനെ ടിക്കിറ്റാക്കി കളിച്ച് നിൽക്കിട്ട് നമ്മൾ അത് പ്രസ് ചെയ്യേണ്ടി വരും. പോയിട്ട് പ്രസ് ചെയ്തിട്ട് നല്ല അറ്റാക്കിങ് ഫുട്ബോൾ കളിച്ചാലേ ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 2, 3 CFനെ വെച്ച് 3 CF എന്ന് പറയുമ്പോൾ ഒരു വിങ്ങർ അതിൽ പെടും. അപ്പോൾ കെവിൻ യോക്കും ജെ കിറ്റോണും വിക്ടർ ബർത്താം ഇവർ 4 പേരും ഒരുമിച്ച്, പിന്നെ വിബിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ നിഹാലുണ്ട്, അജിസൽ ചിലപ്പോൾ ഫസ്റ്റ് ലെവലിൽ വരും. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് പൊതുവേ ഉള്ളൊരു ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ചെന്നൈയിൻ എഫ് സിയുടെ ലാസ്റ്റ് മത്സരങ്ങളിൽ മോഹൻ ബഗാനായിട്ട് 2 ഗോളിന് പരാജയപ്പെട്ടു. മുംബൈ സിറ്റിക്കെതിരെ 1-0ക്ക് പരാജയപ്പെട്ടു. ഒഡീഷയ്ക്കെതിരെ 1-1 സമനില. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ മോഹൻ ബഗാനായിട്ട് പരാജയപ്പെട്ട ആ ഒരു മാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആകെ 2 ഷോട്ടാണ് ചെന്നൈയിൻ എഫ് സി അടിച്ചിട്ടുള്ളത്. അതും ടാർഗറ്റിക്ക് ഒറ്റ ഷോട്ട് പോലും അടിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ അതേ അവസ്ഥ. കാരണം ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും കളിച്ച ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പന്തേ കിട്ടിയില്ലല്ലോ. അതേ സെയിം അവസ്ഥ തന്നെയാണ് ചെന്നൈയിൻ എഫ് സിക്ക് ഉള്ളത്. അടുത്തത് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കളിച്ച ആ ഒരു മാച്ച് എടുത്ത് നോക്കുമ്പോൾ 6 ഷോട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതിദയനീയമാണ് ടാർഗറ്റുകളുടെ ഷോട്ട്. വെറും 2 ഷോട്ട് മാത്രം. എന്നാൽ 62% ബോൾ പൊസിഷൻ ഉണ്ട്. ബോൾ പൊസിഷൻ പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റില്ല എന്ന് ഈ ഒരു മാച്ച് തെളിച്ചിരുന്നത്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയ്ക്കെതിരെ 1-1 ആ ഒരു സമനില. പക്ഷേ ആ ഒരു മാച്ചിലും ഒരു ഷോട്ട് മാത്രം ടാർഗറ്റിലേക്ക്. പക്ഷേ ഏറ്റവും ആ ഒരു വിചിത്രമായിട്ടുള്ള കാര്യം 70% ബോൾ പൊസിഷൻ. അതായത് ഇവർ ഗ്രൗണ്ടിൽ പാസിട്ട് അവസാനം ഗോളടിക്കാൻ മറന്നുപോയെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്രക്കും അതിദയനീയമാണ് ചെന്നൈയിൻ എഫ് സിയുടെ കാര്യങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പിന്നെ പറയാനില്ല. ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. ചെന്നൈയിൻ എഫ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ആൽബർട്ടോ നെഗ്യൂറോ, മാർട്ടിൻ ക്വിൻ്റാനോ, അതേപോലെ തന്നെ എൽസീഞ്ഞോ തുടങ്ങിയ താരങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ മെയിൻ താരങ്ങളൊന്നും പറയാനില്ല. കാരണം ഈ സീസണിലെ അവസ്ഥ ഒരു കളി പോലും ജയിച്ചിട്ടില്ല. ഏതായാലും 2 ഗോളുകൾ ചെന്നൈയിൻ എഫ് സി ഒരു മാച്ചിൽ ഒരു ആവറേജ് ഇടുന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാൻ ഭയങ്കര ഒരു കഷ്ടപ്പാട്. അതായത് നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കെവിനിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിങ്ങിലും കാര്യങ്ങളൊക്കെ ക്രോസും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ക്രോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് കാല് വെക്കാനോ അല്ലെങ്കിൽ തല വെക്കാനോ പോലും ഒരാളില്ല. കഴിഞ്ഞ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് അടിച്ച ഗോൾ തന്നെ ഒരു ലെക്കിന് കിട്ടിയ ഗോളാന്ന് പറയുന്നതിൽ ഒരു മടിയില്ല. കാരണം ആ ഗോൾ കണ്ട എല്ലാവർക്കും അറിയാം. നല്ലൊരു മുന്നേറ്റം പോലും മധ്യനിരയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മാച്ചിൽ മത്യാസ് ഹെർണാണ്ടസ് കളിക്കാനുള്ളൊരു ചാൻസും നിലവിൽ കാണുന്നില്ല. ഫുൾ അറ്റാക്കിംഗ് മോഡിൽ 3 CFനെ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക. CF എന്ന് ഉദ്ദേശിക്കുന്നത് കെവിന്യോക്ക്, വിക്ടർ ബെർത്തമ്യോ, ജി കിറ്റോട്ട് 3 പേരെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഡു ഓർ ഡൈ സിറ്റുവേഷൻ. തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ, പക്ഷേ പൊരുതി തോൽക്കണതിന് ഒരു അന്തസ്സുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മാച്ചിന് ഈ ഒരു ടാറ്റിക്സ് എടുക്കണം. അല്ലാതെ 5 പ്ലെയേഴ്സിനെ ഡിഫെൻഡിങ്ങിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെറുതെ ഡിഫെൻഡിങ് ഗെയിം എടുത്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മാച്ചിൽ ജയിക്കും തന്നെയാണ് പ്രതീക്ഷ.